ഹലോ ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മളറിയാലോ, ഞാൻ ഇന്ന് വന്നത് നമ്മുടെ പാലക്കലമ്മായി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അരുൺ ബഷീറിനെതിരെ കേസ് എടുക്കണം. എന്തിൻ്റെ പേരിലാണെന്നോ? സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഏത് സ്ത്രീത്വത്തെയാണ് അപമാനിച്ചതെന്നും കൂടി ആ സ്ത്രീ പറയണം. രണ്ടാമത് കാര്യം വരുന്നതെന്ന് വെച്ചാൽ, അതെന്താ, സ്ത്രീക്ക് മാത്രമേ ഈ മാനവും നാണവും മാനവും ഒക്കെ ഉള്ളൂ, പുരുഷനില്ലേ? ആ സ്ത്രീ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ വേട്ടാവളിന് ആരാണ് പെണ്ണ് കൊടുത്തത്, ഇവൻ അണ്ടിക്ക് ഉറപ്പുണ്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറയുന്ന പെണ്ണുങ്ങളെ ഞാൻ പിന്നെ എന്ത് പറയണം? ഞാൻ ഇനിയും പാലക്കൽ അമ്മായിനെ നല്ല രീതിയിൽ തെറി വിളിക്കും എന്നോട് ഇതാക്കാൻ വന്നാൽ. പിന്നെ അവൾ പറഞ്ഞേക്ക് ജസ്ന സലീമിൻ്റെ പേരിൽ 18 പീഡന കേസുണ്ട്, അതെൻ്റെ കയ്യിൽ തെളിവുണ്ട്, അതാണിതാണ്. അതെന്താ നമുക്ക് പൊന്തിയില്ല ഇങ്ങോട്ട് കാണിക്കേ? ഈ പാലക്കൽ അമ്മായി എല്ലാവരെയും കയറി മേഞ്ഞ് എല്ലാവരെയും തോന്നിയാസം കാര്യം പറയുന്നുണ്ട്. അതേമാതിരി തന്നെയാണ് നമ്മളെ തെറിത്താത്ത, നമ്മളെ തെറി ബീവി. ഇവളേ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഇവരെല്ലാം കൂടി ഒറ്റക്കെട്ടായി വന്നിട്ട് നമ്മളങ്ങ് താത്താന്നുള്ള വിചാരത്തിൽ വന്നതാ. ഞാൻ ഒരു സ്ത്രീനെ ഞാൻ വേണ്ടാത്ത രീതിയിൽ തോന്നിയാസവും കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് പാലക്കൽ അമ്മായിനെ പറ്റിയിട്ടാണ്. കേട്ടോ, പാലക്കൽ അമ്മായി, നീ പറയുന്ന മാതിരി വേട്ടാവാളിയാണെന്നോ അണ്ടിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ നീ ചോദിക്കുന്നത് തെറ്റല്ലേ? അതെന്താ, പുരുഷന് ഈ നാണോ മാനോ ഒന്നും ഇല്ലേ? പുരുഷന്മാരെന്ന് പറയുന്ന ആൾക്കാർക്ക് നാണോ മാനോ ഇല്ല എന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? പിന്നെ നിങ്ങൾ അടക്കി പറഞ്ഞു സ്ത്രീത്വത്തെ മൊത്തം ഞാൻ അപമാനിച്ചു എന്ന്. സ്ത്രീകളെ ഞാൻ അപമാനിച്ചിട്ടില്ല. സ്ത്രീ എന്ന് പറഞ്ഞ വേഷം കെട്ടി നടക്കുന്ന നിന്നെപ്പോലത്തെ പാലക്കൽ അമ്മായിനെ പോലത്തെ ആൾക്കാരെ മാത്രമേ ഞാനത് പറഞ്ഞിട്ടുള്ളൂ. മോൾ ആദ്യം ചങ്കൂറ്റുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ 18 കേസ് എന്ന് പറഞ്ഞില്ലേ, അതിലേതെങ്കിലും ഒരു 5 എണ്ണം കാണിച്ചുണ്ടാ. അതുകൊണ്ട് ആദ്യം ഉള്ളത് പറയാം, അല്ലാതെ ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞിട്ട് അയ്യോ ഇന്നെ പിച്ചി ഇന്നെ നുള്ളി ഇന്നെ മാന്തി എന്നും പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പോകുന്നതൊക്കെ ഒരു എന്താ പറയുക, നേഴ്സറി കുട്ടീനെക്കാട്ട അവസ്ഥയാണ് മോളെ. എന്താ നാണ് പാലക്കൽ അമ്മായിയെ, ഒന്നില്ലെങ്കിലും BJPയിലൊക്കെ പ്രവർത്തിച്ച ആളല്ലേ, കുറച്ച് ഗഡ്സൊക്കെ വേണ്ടേ? തൊട്ടേനും പിടിച്ചേനും ഒക്കെ സാജൻ സാറിനെതിരെ കേസെടുത്തു, അരുണിന് കേസെടുത്തില്ല, ജസ്റ്റ് സെറ്റപ്പാണെന്നും പറയാ. വേട്ടാവാളിയൻ അരുൺ എന്നൊക്കെ പറഞ്ഞിട്ട് നീ അഭിസംബോധന ചെയ്ത് നിന്റെ പേരിലും കേസെടുക്കാൻ നമുക്ക് അറിയാറ്റൊന്നല്ല. അതന്നെ ഈ ആണുങ്ങൾ ഈ ഡ്രസ്സ് ഇട്ട് നടക്കുന്ന ഓരോ ബോഡിയും കാണിച്ച് നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ. നിങ്ങൾക്ക് മാത്രമാണോ ഈ ഡ്രസ്സൊക്കെ ഇട്ട് നടന്നിട്ട് ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും കാണിച്ചെടുക്കാണ്ട് നിൽക്കുന്നത്? ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്കും നാണോ മാനമുണ്ട്. ഞങ്ങളെ പറഞ്ഞാൽ ഞങ്ങളും പറയും. അതിനി പാലക്കൽ അമ്മായിയല്ല, ഇനി ഏത് ആരാണെങ്കിലും. അതുകൊണ്ട് മോളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങോട്ട് കയറി ചൊറിയുമ്പോൾ അങ്ങോട്ട് ഇതിന് ഡബിൾ ചൊറിയെന്ന് മനസ്സിലാക്കുക. ഞാൻ എല്ലാ സ്ത്രീകളെയും എൻ്റെ യൂട്യൂബിൽ എത്ര പെണ്ണുങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ട്, എത്ര ആൾക്കാർ യൂട്യൂബ് കാണുന്നുണ്ട്. ഞാനെന്താ എല്ലാവരെയും ഞാൻ ആ മെസ്സേജ് അയക്കുന്ന ചേച്ചിക്ക് നല്ല ഒരു മറുപടി കൊടുക്കാം. ഓരെ വിളിച്ച് പറഞ്ഞോ, അല്ലെ വൈകി പോകുന്ന പെണ്ണുങ്ങളെ വിളിച്ച് പറഞ്ഞോ? ഞാൻ എന്നോട് തോന്നിയാസം പറഞ്ഞതും എൻ്റെ അമ്മേനെയും അച്ഛനെയും തോന്നിയാസം പറഞ്ഞ ആൾക്കാർ, എസിമോളെ തോന്നിയാസം പറഞ്ഞ ആൾക്കാർ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഇനിയും പറയും. അതെനിക്കൊരു സ്ത്രീത്വത്തെ അപമാനിച്ച രീതിയിൽ എനിക്ക് ആയിക്കില്ല. അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടുണ്ട് ഇനിയൊക്കെ എത്ര പുരുഷന്മാരെ അപമാനിച്ചിരിക്കും മോളെ? എത്ര പുരുഷന്മാർ ഇനിയൊക്കെ അപമാനിച്ചിട്ടുണ്ടാവും, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും ഒരു ഇതല്ല. 2 മക്കളെ ഉണ്ടാക്കി എടുത്തിട്ട് ആദ്യമുള്ള പുരുഷനെ ഒഴിവാക്കി രണ്ടാമത്തോടെ പോയത് അതൊരു വൃത്തികേടല്ല. കല്യാണപ്പോരെന്ന് ഒരു ചെറുതിൻ്റെ മാല മോഷ്ടിച്ചിട്ട് ആടുന്ന് കഴിച്ചിലായത് അതൊരു വൃത്തികേടല്ല. ഇതൊക്കെ ചെയ്യുന്ന സ്ത്രീയാണ്. ആ ഒറ്റ സ്ത്രീ, അതായത് നിന്നെപ്പോലത്തെ ആൾക്കാരെ മാത്രമേ ഞാൻ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് മോൾ ആ രീതിയിൽ ഇന്നോട് കളിക്കാൻ അല്ലാണ്ട് ഇന്നോ നുള്ളി ഇന്നോ പിച്ചി ഇന്ന മാന്തി എന്നും പറഞ്ഞിട്ട് നേഴ്സറി പിള്ളേരെ പോലെ നടക്കാണ്ട് ഉളുപ്പില്ലടി നടക്കുന്ന കഷ്ടം മോളെ. ഇങ്ങൊക്കെ എന്തമ്മായിയാണമ്മായിയേ. അപ്പോൾ ഗായ്സ് എല്ലാവരും കേട്ടിക്കല്ലോ. ആരും കേട്ടിക്കില്ല കണ്ടിക്കില്ലെങ്കിൽ പോസ്റ്റ് ഇട്ട ഫേസ്ബുക്കിലൊന്ന് കയറി നോക്കുക. അമ്മായിൻ്റെ പോസ്റ്റ്. അമ്മായിക്ക് മാത്രമേ നാണം മാനുള്ളൂ, മുമ്പൊക്കൊന്നുമില്ല, ആണുങ്ങൾക്കൊന്നുമില്ല. അപ്പോൾ ശരി ഗായ്സ്.